നിന്റെ അമ്മ മോശക്കാരിയാന്ന് പറയുന്നതല്ലേ നമുക്ക് ഏറ്റവും പെയിൻഫുൾ. ഇപ്പൊ നമ്മള് മോശക്കാരി എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ അമ്മ മോശക്കാരി എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ അല്ലേ ചേച്ചി? അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പാപ്പുവിന് വന്നു തുടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് ഐ തോട്ട് ഓക്കെ. അവളും അത് ഫേസ് ചെയ്ത് തുടങ്ങിയോ? അവൾക്ക് സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ വലിയ കുട്ടിയായല്ലോ അല്ലേ? അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടല്ലോ അമ്മ മോശക്കാരിയാണെന്ന്. അപ്പൊ പിന്നെ നീ എന്തിനാ അമ്മ എടുത്ത് നിൽക്കുന്ന അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയത്തേക്ക് പാപ്പു അച്ഛയുടെ ഫോൺ എടുത്ത് യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് കോള് വരെ അച്ഛാന്ന്. ഞാനത് ആക്ച്വലി അച്ഛനാണ് വിളിക്കണം മറന്നുപോകും. അച്ഛന് ഇല്ല എന്നുള്ളൊരു സാധനമില്ല, മറന്നുപോയിട്ട് ഞാനത് എടുത്തിട്ട് അച്ഛ എന്ന് പറഞ്ഞ് സംസാരിച്ചു മമ്മി. അയ്യോ അത് എനിക്കിപ്പോഴും അത് മറന്നുപോയി അച്ഛയില്ല എന്നുള്ള കാര്യം. ഇപ്പോഴും നമ്മള് പലപ്പോഴും അച്ഛയില്ല എന്നുള്ള കാര്യം മറന്നുപോകും അങ്ങനെ. അപ്പം ഇപ്പോഴും ഞാൻ അമ്മയെ വിളിച്ചിട്ടാണ് കയറാ. അതെന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അമ്മയടുത്ത് പറഞ്ഞിട്ടാ ഞാൻ കയറുള്ളൂ. ഇപ്പൊ മോള് തന്നെ ഫേസ് ചെയ്തു അമൃത പറഞ്ഞില്ലേ, ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ആ സമയത്ത് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ആ കുട്ടീനെ അത് എത്രത്തോളം. പിന്നെ അവള് കരഞ്ഞൊക്കെയാവുന്ന വീട്ടില്. അത് ഞാനും അബിയും സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ കാണുക, അവര് വിളിച്ചത്. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വീട്ടില് സംസാരിക്കുന്ന കാര്യമായിരിക്കും ഇവര് സ്കൂളിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെയായി. പിന്നെ മോള് വന്ന് സംസാരിച്ചപ്പോ മോൾക്ക് എഗെയിൻസ്റ്റ് ആയി സൈബർ ബുള്ളിങ്. വേറൊരാൾ വന്നിട്ട് എൻ്റെ മുമ്പിൽ അതിനെക്കാട്ടിലും വിഷമങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് അമൃത? നമുക്കത് അത്രത്തോളം അവരെ നമുക്ക് സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ എംപത്തറ്റിക് ആവാനോ സിംപത്തറ്റിക് ആവാനോ എങ്ങനെയെങ്കിലും നമുക്കത് പറ്റുമോ? ചേച്ചി, എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മളുടെ വിഷമം ഇപ്പൊ ഒരു എന്താ പറയാ, പൊള്ളലേറ്റ ആൾക്കേ പൊള്ളലിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ, എന്താ അതിന്റെ ഒരു ഫീലിംഗ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കുറെയൊക്കെ മനസ്സിലാക്കാനാണ് പറ്റിയിട്ടുള്ളത്. എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരിക്കലും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് എന്നോടൊപ്പം സിംഗർ, കമ്പോസർ, ലിറിസിസ്റ്റ്, ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് നമ്മളിലേക്ക് എത്തുന്നു അമൃത സുരേഷ്. ഹായ് അമൃത. ഹായ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ ഏറ്റവും പുതിയ വിശേഷം ഇപ്പതാ വിമൻസ് ഡേക്ക് നമുക്ക് എല്ലാ സ്ത്രീകളെയും വെച്ച് വേണ്ടിയിട്ടല്ലേ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന, ഒരുപാട് സ്ത്രീകൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുറേ കാര്യങ്ങൾ. അത് അമൃതയിലൂടെ അമൃത പറയുന്നുണ്ട്. അമൃത തന്നെ അനുഭവിച്ചു പോയ കുറേ കാര്യങ്ങളാണ് പിഴയിലൂടെ അമൃത ലോകത്തേക്ക് അറിയിക്കുന്നത്. പിഴയുടെ ട്രെയിലറും ഇപ്പതാ ലോഞ്ച് ചെയ്തു. എന്താണ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ച ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് ഇതായിട്ട് അമൃത പറഞ്ഞപ്പോൾ വിമൻസ് ഡേക്ക് തന്നെ അതിന്റെ വീഡിയോയും കൂടെ റിലീസ് ചെയ്യുമെന്ന്. പക്ഷെ എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സസ്പെൻസ് ഇട്ടിട്ട്. ചേച്ചി, അതായത് പിഴയില് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ മെസ്സേജ് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിറിക്സ് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ വീഡിയോ വരുമ്പോഴത്തേക്കും വീഡിയോയിലേക്ക് ശ്രദ്ധ പോകും, എന്താ പറഞ്ഞതെന്ന് ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകും. അപ്പൊ ഇതൊരു ട്രയൽ പോലെ ഞാൻ ചെയ്തതാണ്. ആദ്യമേ ഓഡിയോ പോട്ടെ, അപ്പൊ എല്ലാവരും ഒന്ന് കേൾക്കുമല്ലോ, അപ്പൊ ആ പാട്ടിന്റെ ഒരു റീച്ചും കൂടെ അറിയാലോ. ആൻഡ് ദെൻ നമ്മള് AI ആയിട്ടാണ് ഇത് കംപ്ലീറ്റ് ഹോൾ വീഡിയോ. ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും, ഹോൾ വീഡിയോ ഒരു AI-ലാണ്. വീഡിയോ ആയിട്ടാണ്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും AI ആണ്. ഫുൾ ആണ്. അപ്പോ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു സസ്പെൻസ് എലമെന്റ് കൂടെ. എന്താണ് ഫൈനലി ഇതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ കാണാൻ പോണത്? ഈ വീക്കിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോന്നും പടിയായിട്ട് ഇങ്ങനെ സസ്പെൻസ് റിവീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും ഓഡിയോ ഫസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ ഓഡിയോയ്ക്ക് മാത്രം നല്ല വ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ വീഡിയോയും കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോ അമൃത ഇതുപോലെ എന്താ പറയാ, ഒരു സ്ക്രീൻ പ്രസൻസിൽ ഒരു അത്ര മടിക്കുന്ന ഒരാളൊന്നും അല്ല, എപ്പോഴും വരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ വന്നപ്പോൾ അമൃത പറയുന്നുണ്ട്, പിഴ എന്ന് പറയുന്നത് അമൃതയുടെ ലൈഫിലൂടെ അമൃത കടന്നുപോയ ഓരോ സ്റ്റേജസിലൂടെ വന്ന വാക്കുകളാണ്, വരികളാണെന്നൊക്കെ. അപ്പോൾ ഇത് വീഡിയോയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് അമൃത തന്നെ അതിൽ അഭിനയിക്കാതെ ഒരു AI-യുടെ രീതിയിൽ അത് എടുത്തത് എന്തുകൊണ്ടാണ് ചേച്ചി? അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് ക്യാരക്ടറിന് ഞാൻ എൻ്റെ ഫേസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിറ്റുവേഷൻസ് അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുലി വരുന്നുണ്ട്,
സ്റ്റേഡിയം കാണിക്കുന്നുണ്ട്, കൊട്ടാരം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആ ഒരു ജനറേഷൻ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒക്കില്ല. പിന്നെ നമുക്ക് AI എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാൻഡ് വിഡ്ത്തില്ലല്ലോ ചേച്ചി. വി ക്യാൻ തിങ്ക് ആൻഡ് എന്താണോ തലയിൽ വരുന്നത് അത് അങ്ങനെ തന്നെ നമുക്ക് അതിലിടാലോ. പുലിയുടെ കൂടെ നിൽക്കാൻ എന്താ കുഴപ്പമുള്ളത്, കൊട്ടാരം പിടിക്കാൻ എന്ത് വേണം പിടിക്കാലോ. അപ്പോൾ ഈ ഒരു ഐഡിയ റിസാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എഡിറ്ററാ ചെയ്തത്. അപ്പം റിസാലും ഞാനും കൂടെ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്നപ്പോൾ ആകുമ്പോൾ ചേച്ചി നമുക്കിത് AI ആയിട്ട് ചെയ്യാം. ആകുമ്പോൾ ചേച്ചി പറയണ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം, കുറച്ച് ഓവറാക്കുകയും ചെയ്യാം, നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് എയിലേക്ക് വന്നത്. ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു സ്ത്രീയുടെ കംപ്ലീറ്റ് സ്റ്റേജസ് ആയിക്കോട്ടെ, ഗ്രൗണ്ടിലുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ്, അല്ലാതെ അങ്ങനെ പല പല ഫേസസും ട്രെയിലറിലൂടെ വന്നു പോകുന്നുണ്ട്. സോ വീഡിയോ വരുമ്പോൾ അതിൻ്റെയും കൂടെ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ വരിക. അപ്പോൾ ഈ വരികളിൽ മാത്രം കേട്ടപ്പോൾ പ്രതീക്ഷിച്ച ഒന്ന് സാധനമല്ല ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇതുപോലെയല്ല ഇതിന്റെ വീഡിയോ, കുറച്ചും കൂടെ ഇനി വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ രസമുണ്ട്. എങ്ങനെയാ അത് കളർഫുൾ ആണോ കുറച്ചും കൂടെ? ഞാനിപ്പോ അതൊക്കെ പറയാം ഇവിടെ. പറയോ? ഇല്ല അതെല്ലാം സർപ്രൈസ് ആണ് ചേച്ചി. അതിലല്ലേ ട്രെയിലർ ഇറക്കിയത്, കണ്ടാ എല്ലാവരും പൊളിക്കാനുള്ള പരിപാടി. അപ്പൊ ഇനി ഒന്നും അതിനെ കുറിച്ച് ചോദിക്കണ്ടെന്ന്. ഇല്ലില്ല, അങ്ങനെയല്ല. കുറച്ചും കൂടെ വിശേഷങ്ങളുണ്ട് അതിനകത്ത്. ഇതിനെല്ലാം കണക്ട് ഇല്ല, അത്ര ഉള്ളു. പറയില്ല ഞാനിപ്പോ. എന്നാ ശരി, ഞങ്ങൾ കാത്തിരിക്കും. ഇത്രയും ഞങ്ങൾ കാത്തു. 8-ാം തീയതി പോലെ വന്ന സാധനം ഇത്രയും കാത്തു. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാം, നോ വറീസ്. പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് എഴുതിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ തന്നെ, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ റെസ്പോൺസ്, എന്തായിരിക്കും ആൾക്കാർ പറയുന്നുണ്ടാവുക, സംഗീതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരായിട്ട് അമൃതയ്ക്ക് അസോസിയേഷൻ ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും എങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യും, ഇത് ടോക്ക് ഓഫ് ദ ടൗൺ ആവുമോ, ഇങ്ങനെ 100,000 ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ അമൃതേനെ ഉണ്ടായിരുന്നില്ല. ആ പിഴ എന്നുള്ള വാക്ക് ഞാൻ വിചാരിച്ചത് ഭയങ്കര നെഗറ്റീവായിട്ട് വരും എന്നുള്ളൂ ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ പിഴ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് വന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ആ പാട്ട് തന്നെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും തെറ്റെന്ന് പറയുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ഈ പാട്ടും തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കതിലൊന്നും കമന്റ് ചെയ്യാനില്ല. അപ്പൊ ഐ വാസ് ലൈക്ക് പോയി വെക്കാൻ ചേച്ചി, പറയാനുള്ള കാര്യമാണ് എനിക്കത്, അത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതില് പിഴ എന്നല്ലാതൊരു ആപ്റ്റ് വേർഡ് എനിക്ക് തെറ്റെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ചെറുതായി പോയൊരു ഫീലിംഗ് തോന്നി. അപ്പോൾ അതങ്ങനെ ഓർഗാനിക്കലി വന്നതാ. അപ്പോൾ അമൃത ഇപ്പം തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇട്ടപ്പോൾ തന്നെ അത് വളരെയധികം എന്താ പറയുക എല്ലാവരും ചർച്ച ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ടൈറ്റിൽ തന്നെ എന്നാ ചെയ്യാം, അത്രയും നെഗറ്റീവായിട്ട് എല്ലാവരും കാരണം പിഴ എന്ന് പറയുമ്പോൾ പിഴച്ചവൾ, അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള മോശപ്പെട്ട രീതിയിലല്ലേ അതിനെ പോർട്രേ ചെയ്യുന്ന ഒരു വാക്കാണല്ലോ. അപ്പം അമൃതയുടെ ഇത്രയും ഇതുള്ള ഒരു പെയിനാണ് ആ പാട്ടിലൂടെ അമൃത കാണിക്കുന്നത്. ശരിക്കും ഏതൊരു സ്ത്രീക്കും പല സിറ്റുവേഷൻസിലൂടെ, ചിലപ്പോൾ ഒരു സ്ത്രീ ഈ പറയുന്ന പാട്ടിലുള്ള പോലെ എല്ലാം റിലേറ്റ് ചെയ്ത് ഒരു സ്ത്രീ ചിലപ്പോൾ വന്നു എന്ന് വരില്ല. ഒരു പക്ഷെ ചില സ്ത്രീകൾക്ക് അതങ്ങനെ ഉണ്ടാവാം. എന്തെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു എല്ലാ സ്ത്രീയും ഏതെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ, ഉണ്ടാവും. ചെയ്യാത്ത കാര്യത്തിന് നമ്മളെ പഴിചാരുക, അതെ, എന്ത് ചെയ്താലും തെറ്റെന്ന് പറയാ. അപ്പൊ അത് വേണം, ആ ഒരു വാക്ക് തന്നെ വേണം എന്ന് എനിക്കത് തോന്നിയിരുന്നു. അപ്പൊ അന്നേരം ഈ ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കിടുമ്പോൾ ഉണ്ടാവുന്ന അതെന്തായിരിക്കും, അങ്ങനെ ഒരു ഡൗട്ടോ കാര്യങ്ങളോ? ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇത് കത്തൂട്ടാ, നീ എനിക്ക് അടുത്തത് കിട്ടാണല്ലോ, അടുത്ത ഏറി കയറാനുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞപ്പോ. പക്ഷെ സെയിം ടൈം എല്ലാവരും പറഞ്ഞത് അത് പിഴ തന്നെ പറയണം അല്ലേ ചേച്ചി, നമ്മള് കേൾക്കണ ഒരു വാക്കല്ലേ ഇത്. എന്റെ ലൈഫിൽ ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് അത് വേണം എന്ന് വിചാരിച്ചു. എന്ന് മുതൽ ഇതിന്റെ വരികൾ എഴുതി തുടങ്ങി? അപ്പം ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഒരു 1 year ബാക്കാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് അപ്പൊ നമ്മള് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല, തലയിൽ ഫുള്ള് ഈ ഒരു നോയ്സാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഞാൻ എന്ത് ചെയ്തു, എന്ത് ചെയ്താലും പ്രശ്നമാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ആ ഒരു എന്താ പറയാ ആ ഒരു നോയ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് കറങ്ങി. അങ്ങനെ അത് നിർത്തി ഞാൻ വേഗം പോയിട്ട് വന്ന വരികളെല്ലാം എഴുതി വെച്ച്, അതെന്തോ ഒരു പാട്ടായിട്ട് എനിക്കപ്പോൾ ഫീൽ ചെയ്തു. അങ്ങനെ എഴുതി വെച്ച് അപ്പം തന്നെ എനിക്ക് ഇതിനൊരു ട്യൂണും വന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നീട് അത് പതുക്കെ വർക്ക് ചെയ്ത് കുറച്ച് ഒരു ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കി. ഞാനത് പിന്നെ വേണ്ട, എന്തിനാണ് അപ്പോഴേക്കും നീ അടുത്ത് ഏറി കയറാൻ വയ്യ, പിഴയ്ക്ക് മാറ്റിയിട്ട് എനിക്ക് അവിടെ ഒരു വാക്കൊന്നും ഫിക്സ് ആവണുണ്ടായിരുന്നില്ല.
പറയുകയാണെങ്കിൽ അത് മനസ്സിലുള്ളത് പോലെ പറയണ്ട ചേച്ചി. അതിനെ എന്താ പറയാ, സോഫ്റ്റ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന്റെ തീവ്രത മനസ്സിലാവില്ല. അപ്പോൾ ഐ തോട്ട് ലൈക്ക് റിലീസ് ചെയ്യണ്ട, വിട്ട് കളഞ്ഞേക്കാം. അങ്ങനെ വെച്ച് ഒരു 7-8 മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കേട്ടപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് ഇത് ചെയ്യണം. ഐ മീൻ അവർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്തു, അവർക്കത് ഭയങ്കര ടച്ച് ചെയ്തു കുറച്ച് സ്ത്രീകൾ. അപ്പം അങ്ങനെ വെച്ചു എന്നാൽ ശരി. പിന്നെ വിമൻസ് ഡേ അടുത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ അന്നാവുമ്പോഴത്തേക്കും ഇതിന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ടല്ലോ. നമുക്ക് പറയുന്നത് അന്ന് സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദിവസമാണ്. അപ്പോ അന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് അത് എത്തും എന്നുള്ളൊരു പിന്നെ ആ ഒരു ദിവസമല്ല നമ്മൾ പറയേണ്ടത് കേൾക്കണം. അന്നൊരു ദിവസം മാത്രമാണ് നമ്മൾ പിഴകളല്ലാണ്ടിരിക്കണേ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിമൻസ് ഡേയുടെ അന്ന് ശരിയാണ്. നമുക്ക് മറ്റേ 10 കൈയുള്ള പടം എന്താ പറയാ, എന്തും പറയാം. എന്താ പറയാന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കര നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് നമ്മുടെ ശരികള് മാത്രമേ പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തെറ്റുകാരിയും. അന്ന് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യേണ്ട ആളല്ലല്ലോ സ്ത്രീകൾ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, അമൃത ഇതിനകത്ത് അമൃതയുടെ ലൈഫിൽ ഫേസ് ചെയ്ത കുറെ കാര്യങ്ങളാണ് ഇപ്പൊ അമൃത പറഞ്ഞു. അപ്പൊ അമൃത ശരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അമൃതയ്ക്ക് എപ്പോഴും എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, ആരെയും വേദനിപ്പിക്കാതെ എൻ്റെ കൂടെ എന്നെ പരിചയമുള്ളവര്, അല്ല വീട്ടുകാർക്ക് മാത്രമല്ല ഈവൻ സൊസൈറ്റിയിൽ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരുടെയും ഒരു ഗുഡ് ബുക്സിൽ വന്ന് പെടണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നോ? ആരാ അങ്ങനെ ആഗ്രഹിക്കാത്തത്? നമുക്ക് എല്ലാവർക്കും നമ്മള് ഫേക്ക് ചെയ്ത് വരെ ആണ് ആളുകൾ ഗുഡ് ബുക്സിൽ കയറാൻ നോക്കുന്നത്. ഇവിടെ ഒരു കുന്തവും ചെയ്യണില്ല, പക്ഷെ ഗുഡ് ബുക്സ് വേണ്ട. അത് ലൈക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടാന്നുള്ളൊരു എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ലേ? ചില ആൾക്കാരെന്നാ ബോധേഡല്ല, എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കോൺഷ്യസ്ലി ഞാൻ വളരെ ചെയ്യുന്നതെല്ലാം ശരിയാണ്, തെറ്റൊന്നും ചെയ്യുന്നില്ല, എനിക്ക് നടന്ന എല്ലാവരെയും ബോധിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലേ? പക്ഷെ അമൃത ഒരിക്കലും അങ്ങനെയല്ല. ഡീപ്പ് ഇൻസൈഡ് നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് വഴികേട്ടൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഫോർ ഷുവർ. അതെല്ലാവർക്കും ഇഷ്ടമല്ലേ ചേച്ചി, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും അതെ, ഇഷ്ടപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, അതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. പിന്നെ അങ്ങനെ അല്ലാണ്ടായിപ്പോ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇപ്പൊ ആ ഒരു വരികൾ കേൾക്കുമ്പോൾ ഞാനും ഒരു സ്ത്രീയല്ലേ, ഞാനും ഇതിനകത്ത് പല കാര്യങ്ങൾ എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു പെയിൻ മനസ്സിലാവുന്നുണ്ട്. എത്ര പെയിനിലായിരിക്കാം അമൃത ഇതെല്ലാം. അതാ ഞാൻ ചോദിച്ചത്, എത്ര ദിവസങ്ങൾ കൊണ്ട് എഴുതിയതായിരിക്കാം എന്നുള്ളത്. ദിവസങ്ങൾ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അയച്ചു. കുറെ നാളുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിനെ വല്ലാണ്ട് അങ്ങ് ഇതാക്കി കളഞ്ഞിരുന്നു അല്ലേ ആ നിമിഷങ്ങൾ. പിന്നെ അത് അറിയാലോ ചേച്ചി, ഒരിക്കൽ അബീന്റെ അടുത്ത് ഇതേമാതിരി സംസാരിച്ചല്ലേ കുറെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ പക്ഷെ ബെറ്റർ ആണ്. പക്ഷെ എന്നാൽ പോലും എൻ്റെ ഈ പെയിൻ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരും ചേച്ചി. കുറെ പെൺകുട്ടികളുടെ, കുറെ ആന്റിമാരുടെ, അവരൊക്കെ ഭയങ്കര ട്രാപ്ഡ് ആയിട്ട് ലൈഫിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ്. അവർ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ. ഇപ്പം ചിലവരുടെ അടുത്തൊക്കെ ഞാൻ നമ്പർ കൊടുക്കും, ചിലവർക്ക് ഞാൻ വോയിസ് നോട്ടൊക്കെ അയക്കാറുണ്ട്. അപ്പം അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര 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 സങ്കടം തോന്നും. അപ്പം ഇത് ഞാനല്ല, എല്ലാവർക്കും സമൂഹത്തിൽ അഥവാ എല്ലാവരും ഇങ്ങനെ ഈ പഴി കേൾക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അത് പറയണ്ടേ, എനിക്ക് പറയാൻ ഒരു മീഡിയ ഉണ്ട്, അപ്പൊ ഞാൻ അത് പറയാം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെ പലരുടെയും വിഷമങ്ങൾ കേട്ട അമൃതയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയില്ലേ, എന്റെ വിഷമം ഒന്നുമല്ല, എന്നെക്കാട്ടിലും വിഷമത്തിലുള്ള എത്രയോ സ്ത്രീകളുണ്ടെന്ന്? ഒരുപാട് പേര് തോന്നിയിട്ടുണ്ട്. പിന്നെ 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 അപ്പോൾ എനിക്കൊരു മീഡിയ ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ അറ്റ്ലീസ്റ്റ് പറ്റുന്നുണ്ട്. ഇതൊന്നും പറ്റാണ്ട്, അത് ഞാൻ പറഞ്ഞ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന എത്രയോ അമ്മമാരും പെൺകുട്ടികളൊക്കെ ഒരിക്കൽ എന്നെ ഭയങ്കരമായിട്ട്, അതായത് ചേച്ചി എനിക്ക് അവസാനമായി സംസാരിക്കണം, ഞാൻ നാളെ ഉണ്ടാവുമോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പാനിക്കായിപ്പോ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇമ്മീഡിയറ്റ്ലി വിളിച്ചു, അവരോട് സംസാരിച്ചു. ലൈക്ക് എനിക്കറിയില്ല. പിന്നെ ആ കുട്ടി പിന്നെ പിന്നെ എനിക്ക് അറിയില്ല അതിനെന്താ സംഭവിച്ചതെന്ന്. പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല.
അതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന ഒരു ഇൻസിഡന്റ് ആണത്. പക്ഷെ അമൃതയുടെ മനസ്സിൽ ഇപ്പം ഞാനോ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ വല്ലാണ്ട് വിഷമത്തിലിരിക്കുന്നു, 100,000 ചോദ്യങ്ങളും ഫേസ് ചെയ്തിരിക്കുന്നു. അപ്പം എൻ്റെ മുമ്പിൽ അമൃത തന്നെ വന്നിട്ട് ഇപ്പം വേറൊരാൾ വന്നിട്ട് എൻ്റെ മുമ്പിൽ അതിനെക്കാട്ടിലും വിഷമങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് അമൃത? നമുക്കത് അത്രത്തോളം അവരെ നമുക്ക് സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ എംപത്തറ്റിക് ആവാനോ സിംപത്തറ്റിക് ആവാനോ എങ്ങനെയെങ്കിലും നമുക്കത് പറ്റുമോ? ചേച്ചി, എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മളുടെ വിഷമം ഇപ്പൊ ഒരു എന്താ പറയാ, പൊള്ളലേറ്റ ആൾക്കേ ആ പൊള്ളലിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ, എന്താ അതിന്റെ ഒരു ഫീലിംഗ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് കുറെയൊക്കെ മനസ്സിലാക്കാനാണ് പറ്റിയിട്ടുള്ളത്. എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരിക്കലും. എന്നെ ലൈക്ക് ഐ ഗെറ്റ് യു എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സൊല്യൂഷനൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അത് കേൾക്കാൻ ഒരാളായിരിക്കും ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു അവസ്ഥ അതായത് മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. അപ്പം അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ തന്നെ അവർക്കത് റിലീഫാണ്. ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ എന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന എന്റെ വീട്ടുകാർ മാത്രമായിരിക്കും, പക്ഷെ അതെനിക്ക് ഭയങ്കര റിലീഫല്ലേ. അപ്പം ഇവരുടെ കാര്യം പറയുമ്പോൾ ഞാൻ അത് കേൾക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് എത്രത്തോളം റിലീഫായിരിക്കും എന്നുള്ളൊരു, ശരിക്കും നമ്മളെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളെ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ പഴിചാരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വേദന, അതിൻ്റെ ആ ഒരു ഡെപ്ത്, ആ പെയിൻ എത്രത്തോളമാണെന്ന് എനിക്കിപ്പോൾ അമൃത പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സിൽ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വലിയ പെയിൻ ഈ ഒരു 7-8 മാസം അല്ലെങ്കിൽ ഈ 1 ഇയർ കൊണ്ട് ഒരു പേപ്പറിലേക്ക് എഴുതിയതാണ് ഇന്നിപ്പോൾ അമൃത ലോകത്തോട് തുറന്നു പറഞ്ഞത്. എപ്പോഴും പറയും നമ്മുടെ മനസ്സിലുള്ള ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ അത് വെന്റ് ഔട്ട് ചെയ്ത് കളയണമെന്ന് പറയും. അപ്പം നമുക്കൊരു സമാധാനം, ഒരു റിലീഫ് കിട്ടുമെന്നുള്ളത്. ഇന്നിപ്പോൾ അമൃതയ്ക്ക് എന്താ തോന്നുന്നത്? ഒരു റിലീഫ് കിട്ടിയോ? ചേച്ചി, എനിക്കിന്ന് കുറേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് അവർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു സമാധാനമാണ്. പിന്നെ ഈ എന്താ പറയാ, പിഴ എന്നുള്ളൊരു വാക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ള, അവള് പിഴയാണെന്ന് പറയില്ല ചേച്ചി നമ്മളുടെ, അത് എല്ലാവർക്കും ഒരു പോയിന്റിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് ഇറ്റ്സ് എ റിലീഫ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്താ ഇത് പറയണത്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കട്ടായി പോയി. അല്ല, ഇപ്പൊ അമൃതയുടെ മനസ്സിൽ എഴുതി വെച്ചിരുന്ന ഒരു ഇതാണല്ലോ, പെയിൻ ആണല്ലോ ഇതിലൂടെ പാട്ടിലൂടെ പറഞ്ഞത്. ഇന്നിപ്പോ ആ ലോകത്തോട് നമ്മൾ പറഞ്ഞു, നമ്മുടെ ആ ഒരു ഫീലിങ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും നാൾ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ഫീലിങ്സ് ആണ് തുറന്നു പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഒരല്പം സമാധാനം നമുക്ക് എല്ലാവർക്കും കിട്ടും. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു സമാധാനം കിട്ടിയോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ചേച്ചി. അതായത് എനിക്ക് എന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇത് ഈ കേട്ട ആളുകള് ഇത് ഞങ്ങളുടെ വോയിസ് ആണെന്നുള്ളൊരു മെസ്സേജസ് ആണ്. ഇപ്പം ആ ഓഡിയോ മാത്രമല്ല ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, പാട്ട് റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ വരികൾ കേട്ടിട്ട് പാട്ടിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഇത് ഞങ്ങളാണെന്നുള്ളൊരു ഇതാണ്. ലൈക്ക് വളരെ വളരെ 1-2 കമന്റ്സ് ഒക്കെ മോശമായിട്ട് എഴുതിയിട്ടുള്ളൂ. അതിങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു സമൂഹം ഉണ്ട് ചേച്ചി. പക്ഷെ ഒരു 99% ആളുകളും ലൈക്ക് ഞങ്ങൾ പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിച്ചതാണ് എന്നൊരു സാധനമാണ് കേട്ടത്. അപ്പം പിന്നെ എനിക്കും കുറെ സമാധാനം. എന്തായാലും ഇതിന്റെ ഓഡിയോ റിലീസ് ചെയ്തു, ഇപ്പൊ ട്രെയിലർ ലോഞ്ച് ചെയ്തു, ഇനിയിപ്പോൾ അതിന്റെ വീഡിയോ വരാൻ പോണു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 2 എണ്ണത്തിന് നല്ല റെസ്പോൺസ് അമൃത വിചാരിച്ചതിനെക്കാട്ടിലും അമൃതയുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി വീണ്ടും എന്നെ എല്ലാവരും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ലാതെ എല്ലാ സ്ഥലത്തു നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് കണ്ടപ്പോൾ ഇപ്പം മനസ്സിന് സമാധാനമായി ശരിക്കും. അപ്പൊ ഇനി ആ സമാധാനത്തോടു കൂടി വീഡിയോയും കൂടെ റിലീസ് ചെയ്യാൻ പോവാണ് ഉടനെ. ആ വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പൊ അമൃതയുടെ മനസ്സിലുള്ള വേദനകൾ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു റിലീഫുണ്ട്. അപ്പൊ ഇനി മുന്നോട്ടും ഇത്തരത്തിലുള്ള പലതും മനസ്സിൽ തോന്നുന്നത് കുറിക്കാനും അത് ഇതുപോലെ ലോകത്തേക്ക് അറിയിക്കാനും അങ്ങനെ ഒരു തീരുമാനത്തിലാണോ ഇപ്പൊ അമൃത? ചേച്ചി, ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഓർഗാനിക് ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് പാട്ടാക്കണം എന്നൊക്കെ പാട്ടാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നും ഈ പിഴ തന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് ഓർഗാനിക്കലി അത് വന്നു പോയതാണ്. അങ്ങനെയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോ ആദ്യം കേൾപ്പിച്ചത് ആരെയാ? അഭിനെ ആണോ? എന്തായിരുന്നു അഭിയുടെ റെസ്പോൺസ്? അഭി പറഞ്ഞു, ചേച്ചി ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അഗൈൻ പറഞ്ഞു മേ ബി ചേച്ചി വീണ്ടും ചേച്ചിക്ക് ഇത് വേണമല്ലേ
അമ്മേനെയും വായിച്ചു കൊടുത്ത അമ്മയ്ക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നു സംഭവം. അങ്ങനെ നമ്മളിതിനകത്ത് സത്യമല്ല ചേച്ചി പറയുന്നത്. ലൈക്ക് ഇത് കേൾപ്പിച്ച ആരെങ്കിലും അമൃതയുടെ അടുത്ത് പറയണതൊക്കെ കറക്റ്റാണ്, പക്ഷെ ഇത് വേണോ അമൃതേ എന്ന് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇത് തന്നെ ഈ വാക്ക് പിഴ എന്നുള്ളൊരു വാക്ക്, ഈവൻ ഞങ്ങള് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് ചേച്ചി പിഴ കുറച്ച് സ്ട്രോങ് അല്ലേ എന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും ടൈംസ് പിഴ വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആയിരിക്കട്ടെ, അത്രയും സ്ട്രോങ് ആണ് നമുക്ക് കിട്ടുന്ന പെയിൻ, അത് അറിയണമെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയണ്ടേ. അങ്ങനെ പിഴ. അമൃത ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ സ്ത്രീകളെയാണ് യൂഷ്വലി എല്ലാവരും പിഴ എന്ന് കൂടെ പറയുന്നത്. ഒരു തെറ്റ് ചെയ്ത ഒരു ആണിനെയോ അവരെ ഒരിക്കലും അവൻ പിഴച്ചു പോയവൻ എന്ന് പറയുന്നത് ഇല്ല അല്ലേ? ശരിയല്ല ചേച്ചി. ആര് ആണുങ്ങളെ ഞാനൊട്ടും എല്ലായിടത്തും പറഞ്ഞായിരുന്നു, ഞാനൊട്ടും ആൺവിരോധിയൊന്നും അല്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നവരെല്ലാവരും ആണുങ്ങൾ തന്നെയാണ്. പിന്നെ എൻ്റെ അച്ഛയൊക്കെ ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന ലൈക്ക് ഒരുപാട് ആണുങ്ങള് സുഹൃത്തുക്കളുള്ളതാ. പക്ഷെ എന്നാൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. പെണ്ണുങ്ങളെ അവള് പഴച്ചവളാന്ന് പറയും, പക്ഷെ ആണുങ്ങളെ ഒരിക്കലും അങ്ങനെ അവൻ ആണത്തം കാണിച്ചെന്നേ പറയുള്ളൂ അല്ലേ? ആ ഒരു സംഭവം ഭയങ്കര പെയിൻഫുൾ അല്ലേ? അത് എന്താ അങ്ങനെ? അതൊരു ഓക്കെ. ഇപ്പൊ അമൃത എന്ത് പറയണു? അമൃത ഇപ്പം പാട്ടൊക്കെ റിലീസ് ചെയ്ത ഒരു സന്തോഷത്തിലും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഇപ്പൊ അമൃത സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി? ഫുൾ ഹാപ്പി? ഓക്കെ ചേച്ചി, ഞാൻ കംപ്ലീറ്റ്ലി റിക്കവേർഡ്. ഇറ്റ്സ് എ പ്രോസസ്. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ എന്നാലും വീഴും എഴുന്നേക്കും അങ്ങനെ റിക്കവറി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളൊന്നും ഇപ്പോഴും നമ്മുടെ തലയിൽ നിന്നൊന്നും പോവില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ അത് വെച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചു. ആൻഡ് ദെൻ ഇപ്പൊ സമാധാനമുണ്ട്. നമ്മുടെ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾക്കൊരു എന്തോ ശരി ഉണ്ടായിരുന്നു എന്നെങ്കിലും ആളുകൾക്ക് മനസ്സിലായൊരു അവസ്ഥയാണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിഴ എന്നുള്ളൊരു വാക്ക് ഞാൻ വലിയ തെറ്റുകാരിയായിരുന്നു എന്നുള്ളൊരു മുദ്രകുത്തലുണ്ടായിരുന്നു. ഇപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ചു പേര് എന്തൊക്കെയൊക്കെയോ മനസ്സിലായിട്ട് പോട്ടെ മോളെ എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇപ്പോ. അതൊരു ഭയങ്കര റിലീഫാണ്. അപ്പം കുറച്ച് നാളായിട്ട് ഒരു 1.5 വർഷമായിട്ട് ഞങ്ങള് ബെറ്ററാണ്. ഞാൻ അഭിരാമിയുടെ ഇന്റർവ്യൂ അന്ന് എടുത്തപ്പോൾ അന്ന് അഭിരാമി വളരെ ഇമോഷണൽ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളെ മൊത്തത്തിൽ അങ്ങ് മോശപ്പെടുത്തിയ ആൾക്കാരെ അങ്ങ് കളഞ്ഞു. 2 ചേച്ചിയും അനിയത്തിയും നിങ്ങൾ എന്തിനു പോണു, എന്ത് ചെയ്യണു, നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റ്, എന്നാൽ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു എന്നോ ചെയ്തു എന്നോ ഇതൊന്നും മനസ്സിലാക്കാതെ വേറൊരു സൈഡിൽ ആംഗിളിൽ നിന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഒരുപാട് പേര് അന്ന് അഭിരാമി അത് പറഞ്ഞപ്പോൾ എനിക്ക് ആ പെയിൻ ശരിക്കും അത് ഭയങ്കരമായിട്ടും എനിക്ക് അന്ന് അഭി പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി ഞങ്ങളെ എന്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോഴും എന്നോട് പറഞ്ഞു ചില സമയത്ത് ഞങ്ങൾ വല്ലാണ്ട് ഡൗൺ ആവും, ചില സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞങ്ങളൊന്ന് ചിരിക്കാൻ, ഞങ്ങളുടെ വീട്ടിലൊരു ചിരി വരാൻ, ഞങ്ങളെല്ലാവരും ഒന്ന് കൂളാവാൻ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം ഒരുപാട് ബെറ്ററായി ചേച്ചി. ഈ പറഞ്ഞ മാതിരി കുറെ ഒരു 14 വർഷത്തെ ഒരു സൈലൻസ് ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഇപ്പം പണ്ടേ സംസാരിക്കാമായിരുന്നു. അപ്പൊ ഇപ്പൊ അമൃതയ്ക്ക് തോന്നുന്നത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അത് പറയണമായിരുന്നു എന്നാണ്. ഞാൻ ഈ പാട്ടിലും അതന്നെ ചേച്ചി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് തെറ്റുകാരി ആണെന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങള് പറയാനുള്ളത് പറയാ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. കാരണം കുറ്റപ്പെടുത്താൻ കുറെ പേരുണ്ടാവും, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ശരിയാണെങ്കിൽ നമ്മൾ ശരിയാണെന്ന് പറയണം. ബാക്കി എല്ലാവർക്കും നമ്മൾ തെറ്റുകാരിയാണെന്ന് പറയാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. സൈലൻസ് പണ്ട് മറ്റേ മൗനം വിദ്വാനഭൂഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്നത്. അതൊന്നും അല്ല എന്നാണ് അമൃതയുടെ അനുഭവം. മൗനം ഇപ്പോ നമ്മൾ മൗനം പാലിച്ചാൽ നമ്മൾ കുറ്റക്കാരിയാവും. പറയാനുള്ളത് പറയാനേ പറ്റും. അപ്പം ഇപ്പോൾ അമൃതയ്ക്ക് ഇതെല്ലാം ഞാൻ തുറന്ന് സംസാരിക്കണം 14 വർഷങ്ങൾക്ക് ശേഷം, ഇനിയും മിണ്ടാണ്ടിരിക്കണ്ട, കമോൺ അമൃത ഇതെല്ലാം പറയൂ എന്ന് ആരാണ്? അല്ലെങ്കിൽ ഇതിനു മുമ്പേ അമൃതയുടെ കൂടെ നിന്ന് എല്ലാവരും അമൃതയുടെ കൂടെ ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പോൾ ആര് പറഞ്ഞപ്പോഴാണ് അമൃതയ്ക്ക് വീണ്ടും ഒന്ന് ഇതൊക്കെ പുറത്തേക്ക് സംസാരിക്കണമെന്ന് തോന്നിയത്? ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി ചേച്ചി? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലീഗൽ ടേം ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും എന്താ പറയുക, ആ ഒരു സ്പേസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത് ആഫ്റ്റർ നമ്മുടെ സെപ്പറേഷൻ.
എന്നുള്ളൊരു ലീഗൽ ടേം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് തെറ്റിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മിണ്ടാണ്ടിരുന്നത് ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ലോ ബഹുമാനിച്ച് പോവായിരുന്നു. പിന്നെ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അത് മകളിലേക്ക് എഫക്ട് ചെയ്ത് തുടങ്ങി. ഞാൻ വയ്യാണ്ടായി തുടങ്ങി. ലൈക്ക് ഇതിനിടയിൽ എനിക്കൊരു ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി, സ്ട്രെസ് കൂടാണ്ടായി. ഞാൻ തട്ടി പോകുന്നു തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആവില്ല. പിന്നെ അച്ഛൻ കൂടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, മൂത്ത ആള്. ആ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പം ഇനി ഞാൻ ഒരുപാടായി, ലൈക്ക് ടൂ മച്ചായി. എന്നാ പിന്നെ ഞാൻ അങ്ങ് പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. പറ്റാണ്ടായപ്പോ പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോഴും എന്താ പറയാ തെറ്റുകാരിയായി തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവുള്ളായിരുന്നു. പിന്നെ പാപ്പവും പറഞ്ഞു ലൈക്ക് അമ്മ എന്തിനാ മമ്മി വൈ ആർ യു ലൈക്ക് ദിസ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനത് അവളോടും ചെയ്യുന്ന ഒരു ഇതല്ലേ. ആഫ്റ്റർ ഓൾ നമുക്ക് എന്താ പറയാ, നിന്റെ അമ്മ മോശക്കാരിയാന്ന് പറയുന്നതല്ലേ നമുക്ക് ഏറ്റവും പെയിൻഫുള്ള്. ഇപ്പൊ നമ്മള് മോശക്കാരിയാന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ അമ്മ മോശക്കാരിയാന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ അല്ലേ ചേച്ചി. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പാപ്പുവിന് വന്നു തുടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് ഐ തോട്ട് ഓക്കെ. അവളും അത് ഫേസ് ചെയ്ത് തുടങ്ങിയോ? അവൾക്ക് സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ വലിയ കുട്ടിയായല്ലോ അല്ലേ. അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടല്ലോ അമ്മ മോശക്കാരിയാണെന്ന്. അപ്പൊ പിന്നെ നീ എന്തിനാ അമ്മ അടുത്ത് നിൽക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള വലിയതായി വരികയല്ലേ ചേച്ചി. പിന്നെ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇങ്ങനെ ഫിംഗർ ടിപ്സിലാണല്ലോ ഇപ്പൊ. അപ്പം അതൊക്കെ കൊച്ചിനെ എഫക്ട് ചെയ്ത് തുടങ്ങി. പറഞ്ഞപ്പോൾ പാപ്പു വാസ് ലൈക്ക് മമ്മി എന്തിനാ ഈ സൈലന്റ് ആയിട്ടിരിക്കണേ, മമ്മിയുടെ കാര്യം മമ്മി പറ, ബാക്കി ലെറ്റ് us see what happens. അങ്ങനെ അത് ഞാൻ പറയുന്നതിന് മുമ്പ് പാപ്പുവാണ് ആ ബോൾ സ്റ്റെപ്പ് എടുത്തത്. അവളാണ് വന്ന് പറഞ്ഞത് മമ്മിയെ കൊണ്ട് നടക്കൂല, ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാണ് അവളെ അന്ന്. അത് ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്. നമ്മളെക്കാട്ടിലും അവർ കുറേയും കൂടെ ഒരു ബോൾഡാണ്, കുറേയും കൂടെ സ്ട്രോങ് ആണ്. അവർ കാര്യങ്ങളെല്ലാം ചെയ്യാനും എല്ലാം കുറേയും കൂടെ എല്ലാത്തിനും ആക്ട് ചെയ്യാനൊക്കെ അവർ വളരെ ബോൾഡാണ്. പക്ഷേ ഇപ്പോൾ മോള് തന്നെ ഫേസ് ചെയ്തു എന്ന് അമൃത പറഞ്ഞില്ലേ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ആ സമയത്ത് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ആ കുട്ടീനെ അത് എത്രത്തോളം. പിന്നെ അവള് കരഞ്ഞൊക്കെയാ വന്നിരിക്കണ വീട്ടില്. അത് ഞാനും അബിയും സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ കാണുക, അവര് വിളിച്ചത്. പക്ഷെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വീട്ടിൽ സംസാരിക്കണ കാര്യമായിരിക്കും ഇവര് സ്കൂളിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെയായി. പിന്നെ മോള് വന്ന് സംസാരിച്ചപ്പോ മോൾക്ക് അഗെയിൻസ്റ്റ് ആയി സൈബർ ബുള്ളിങ്. അപ്പൊ പിന്നെ അവളെ ഇനി ഞാൻ എന്താ പറയാ ഒറ്റപ്പെടുത്താൻ അത് ചെയ്താൽ ഞാനൊരു അമ്മയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. അതുകൊണ്ടാണ് ഞാൻ വന്ന് സംസാരിക്കും പിടിക്കുകയൊക്കെ ചെയ്തത്. എനിവേസ് അതൊക്കെ കഴിഞ്ഞിപ്പോ ഒരു പീസിൽ ജീവിക്കണം, ഹാപ്പിയാണ് ഇപ്പൊ. ഇത്ര അധികം സൈബർ ബുള്ളിങ് അല്ലേ? കുറച്ച് അത്യാവശ്യം നമ്മൾ അത്യാവശ്യം ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്, ഒരാവശ്യമില്ലാണ്ട്. പക്ഷെ അമൃത കുറേ അമൃത അനുഭവിക്കുന്ന വേദനകളായിക്കോട്ടെ, നിങ്ങളുടെ സ്വകാര്യതയിൽ നടക്കുന്ന പല വിഷയങ്ങളും അമൃതയുടെ യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും അമൃത അത് സോഷ്യൽ മീഡിയയിലേക്ക് അത് പറയാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ സ്വകാര്യ കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് പറയണമെന്ന് അമൃതയ്ക്ക് തോന്നിയത് എന്തുകൊണ്ടായിരിക്കാം? ചേച്ചി, എനിക്കിങ്ങനെ ഒരു ഫേക്ക് മുഖം മൂടി വെച്ചിട്ട് ലൈക്ക് ഞങ്ങളിങ്ങനെയാണ്, നമുക്ക് എത്ര നാളൊരു ബിഗ് ബോസ് വീട് പോലെ ജീവിക്കാൻ പറ്റും? അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുമില്ല. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഞാനത് പച്ചയായിട്ട് പറയാൻ, ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ, തെറ്റുകളും ശരികളും ഒക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ. നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരം ലൈഫിൽ ചെയ്തിട്ടുണ്ടോ അതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. ഐ ആം ഓക്കെ ടു ഷോ ഇറ്റ്. എനിക്കതിലൊരു തെറ്റ് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ അമൃതയുടെ ചിന്തകൾ അമൃത വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും? ഓവർ തിങ്ക് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് വെച്ചാൽ ഓവർ തിങ്ക് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് കംബാക്ക് ചെയ്യുന്ന ഒരാളായി ആണ്. അങ്ങനെ കേറിപ്പോയി സൈക്കായി നിൽക്കാറൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇപ്പം നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം, എൻ്റെ ആയിക്കോട്ടെ അമൃതയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നിസ്സാരം എന്ന് തോന്നുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ സംശയങ്ങളും അല്ലെങ്കിൽ വേദനകളും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മളതിനെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കണ്ട ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യാന്ന് ഡിസിഷൻ എടുത്ത് പോകുന്ന ഒരാളാണ്. അൺനെസസറിലി ഇപ്പൊ ഞാനിപ്പോ അവിടെ പറഞ്ഞ അയാൾക്ക് എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പോകുന്ന ആളല്ല ഞാൻ. ഇതുകൊണ്ടല്ലേ പറഞ്ഞത്, അയാൾ ആ രീതിയിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ കുറ്റം ആവുന്നില്ലല്ലോ. ലൈക്ക് എനിക്ക് അതിന്റെ പുറകെ പോകാൻ പറ്റില്ല. ബട്ട് ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. അതെനിക്കറിയാം. ഒരു പ്രാവശ്യം ഞാൻ ചിലപ്പോൾ സംസാരിച്ച് ലൈക്ക് ഇതല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചെന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കും, എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് പെയിൻ. അപ്പം ഞാൻ അതിന്റെ പുറകിൽ പോവില്ല ചേച്ചി. കാരണം അത്രമാത്രം ഓൾറെഡി തലയിലുണ്ട്. ഇനി ഇതിന്റെ കൂടെ പുറകെ ഓവർ തിങ്ക് കഴിയുന്നതും ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളല്ല ഞാൻ. OCD ഉണ്ടോ? ഉണ്ട്.
നന്നായിട്ട്. അതുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ഇത് കണ്ടോണ്ട് ഞാൻ ചോദിച്ചതാണ്. ചിലപ്പം OCD ഉള്ളവർക്ക് വരുന്ന ഒരു ക്യാരക്ടർ OCD ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCD കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേച്ചിയുടെ OCDയുടെ കാഴ്ചപ്പാട് എന്താണ്? അത് പലർക്കും പല രീതിയിലാണ്. എന്നാലും നമുക്ക് പല രീതിയിലാണല്ലോ അത് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അത് മാത്രമല്ല, ചിലപ്പോൾ ചിന്തകളിലും നമുക്ക് ആ ഒരു ഒബ്സസീവ് ഇത് തോന്നാം. നമ്മൾ എന്തെങ്കിലും ഓർത്തു, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോകും. പിന്നെ നമ്മൾ അത് കിട്ടുന്ന ഓടം വരെ നമുക്കൊരു ഇതുണ്ടാവില്ല, അത് കിട്ടണം അങ്ങനെയുള്ളൊരു ഇതുണ്ടാവാം. പിന്നെ പല കാര്യങ്ങളിലുണ്ടല്ലോ ഡേ ടു ഡേ ലൈഫിലും. പിന്നെ ഈ OCD ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആയിക്കോട്ടെ, അത് അവരത് കൊണ്ടുപോകുന്ന രീതിയൊക്കെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. കുറച്ചും കൂടെ അവരത് എടുക്കും. എനിക്ക് ഈ OCD, ഇമോഷണൽ OCD അറിയില്ല ഉണ്ട്. പക്ഷെ എനിക്ക് ഫിസിക്കൽ OCD ഉണ്ട്. അലൈൻഡ് ഓർഗനൈസ്ഡ് മെന്റാലിറ്റി ആണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഞാൻ പോകണം, അങ്ങനെയൊക്കെയാണ്. എന്റെ കൂടെ ഉള്ളവരും അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല കൂടെ ഉള്ളവര്. അപ്പം അങ്ങനെ. കാരണം ഇപ്പം ഒരുപാട് നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ OCD വലിയൊരു സംഭവമായിട്ടുള്ള ഇത് കാര്യമാണ്, ഇതുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കുറെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആൾക്കാർ. എനിക്ക് അത്രയും ഞാനൊരു ഡയഗ്നോസ്ഡ് OCD ആളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഐ തിങ്ക് ബട്ട് ഐ ലവ് മൈ OCD. അതെനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ അത് OCD ആണെങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. കാരണം കാര്യങ്ങളിൽ ചിട്ട വേണം, കുറച്ചും കൂടെ എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. അതെ, എന്ന് വെച്ചിട്ട് ഒരാള് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഐ കാൺ ബ്ലെയിം ദം. അതും ഐ അണ്ടർസ്റ്റാൻഡ്, അത് അയാളുടെ ഒരു രീതിയാണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കറക്റ്റായിട്ട് പോയാൽ നല്ലതായിരിക്കും എന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെ ഇമോഷൻസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കാറുണ്ടോ? ഇല്ല. അല്ല, പൊതുവെ സങ്കടം വന്നാൽ സങ്കടത്തിൽ തന്നെയായിരിക്കുമോ, അതോ ഞാൻ പെട്ടെന്ന് സങ്കടം അനുഭവിക്കും, ആൻഡ് ദെൻ ഐ റിയലൈസ് ഇതെന്നെ ഇപ്പൊ നശിപ്പിക്കുന്ന ഞാൻ ഇമ്മീഡിയറ്റ്ലി മൂവ് ഓൺ ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ മാറും. അങ്ങനെ ഇമോഷണലി അത്ര വൾണറബിൾ അല്ല. ഓഫ് കോഴ്സ് ആണ്, പക്ഷേ റിക്കവറി ഉണ്ട് എനിക്ക്. ആ റിക്കവറി എല്ലാം ചെയ്യുന്നത് അമൃത തന്നെയാണോ, അതോ അബിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ, അമ്മയുടെ ഉണ്ടോ, അതോ മോളാണോ? എല്ലാവരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ എത്ര എല്ലാവരും പറഞ്ഞാലും നമ്മള് തന്നെ അതിനുള്ളൊരു സ്റ്റെപ്പ് എടുക്കണം. സത്യം. അപ്പൊ നമ്മള് പോട്ടേന്ന് എത്ര പേര് പറഞ്ഞാലും അത് പോട്ടേന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് നടക്കൂല. അപ്പം ഇപ്പൊ നിങ്ങൾ സ്ത്രീ പടകളാണല്ലോ വീട്ടില്. അമ്മ, 2 മക്കൾ, ഇതാ ഒരു കൊച്ചുകുട്ടി, എല്ലാരും 4 സ്ത്രീകളാണ് വീട്ടില്. ഇതിൽ നിങ്ങളിൽ ആരാ ഏറ്റവും സ്ട്രോങ്? ചേച്ചി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ വീക്ക്നെസ്സുകൾ ഉണ്ട്. അപ്പൊ ഒരാളുടെ വീക്ക്നെസ് മറ്റേ കവർ ചെയ്യും. ഞങ്ങളിങ്ങനെ ബാലൻസ് ചെയ്യും. ഇങ്ങനെ കെട്ടി കിടക്കാന്ന് അറിയില്ല, അത് കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരാളുടെ ഇങ്ങനെ പിടിക്കും, മറ്റേ നിൽക്കും. അങ്ങനെ സ്ട്രോങ്. ഓരോരുത്തരും ഓരോ രീതിയിൽ സ്ട്രെങ്ത് ആണ്. ഈവൻ പാപ്പു ആണെങ്കിൽ പോലും ആ വീട്ടില് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ എല്ലാവരും. എന്നാലും പൊതുവെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 4 പേരിൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ചിലര് മെന്റലി പെട്ടെന്ന് വീക്ക് ആവുമല്ലോ. അബി ഭയങ്കര റിയാക്ടിങ് ആണ്. അബി പെട്ടെന്ന് എന്താ പറയാ റിയാക്ട് ചെയ്യും എല്ലാത്തിനും. ഞാൻ സമ്മതിക്കില്ല, എന്റെ വീട്ടുകാരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ആളാണ്. അവൾക്ക് ഭയങ്കര ഇമോഷണൽ ആണ്. അവളിങ്ങനെ മറ്റേ ബടനെ പോലെ നിൽക്കും, എന്നെ താണ്ടി പോയാ മതി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോളാ ചേച്ചി. പിന്നെ വീട്ടില് എന്താ പറയാ സ്റ്റേബിൾ ആയിട്ട് കുറച്ചും കൂടെ നിൽക്കുന്ന ഞാനായിരിക്കും. സങ്കടം കാണിക്കേണ്ട വീട്ടിനകത്ത്. അങ്ങനെ എനിക്ക് എന്റെ ബ്രേക്ക് ഡൗൺ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ വീട്ടിനകത്ത് സ്ട്രോങ് ആയിട്ട്, കാരണം എല്ലാവരും വികാരഭരിതരായി കഴിഞ്ഞാല് നടക്കൂലല്ലോ. അപ്പൊ വീട്ടിൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ഞാനാണ്. പൊതുവെ ഒരാൾക്ക് അമൃത എത്ര ചാൻസസ് ആ കൊടുക്കുക? അതായത് ഒരാളിപ്പോൾ മുന്നിൽ വന്ന്, ഇപ്പം നിങ്ങൾ അമൃതയും നിങ്ങൾ തമ്മിലും ഡിഫറൻസ് ആവും, ചേച്ചി അനിത്യ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ചില ആൾക്കാർ ഒന്ന് ക്ഷമിക്കുള്ളൂ, പിന്നെ ക്ഷമിക്കില്ല. ചില ആൾക്കാർ പലതവണ ചാൻസസ് കൊടുക്കാൻ വില്ലിങ് ആണ്. അമൃതയെ സംബന്ധിച്ച് ചേച്ചി, ഞാൻ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും പല രീതിയിലും എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ട്. ലൈക്ക് അറിഞ്ഞോ അറിയാണ്ടയോ. അവരൊന്നും എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. ഞാൻ ഒരുപാട് ചാൻസ് കൊടുക്കും ചേച്ചി. കൊടുക്കും. അങ്ങനെ പലതവണ ചാൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഇത്ര ചാൻസസ് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നും തോന്നിയിട്ടുണ്ടോ? ഇല്ല.
ശരിയാവുമായിരിക്കും. അത് നമ്മൾ ചാൻസ് കൊടുത്തതാണ്. അതായത് നമ്മൾ ഒരാളൊരു സംഭവം നമ്മുടെ അടുത്ത് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കുറച്ച് നാൾ ചിലപ്പോൾ എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ ആ വ്യക്തിയെ ചിലപ്പോൾ അകറ്റി നിർത്തുമായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വീണ്ടും വരുമ്പോൾ ഞാൻ ഓക്കെ സാരില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അവർക്കത് മനസ്സിലാവുമായിരിക്കും ഞാൻ ചെയ്തിട്ടും ഐ എം ബാക്ക് എന്നുള്ളത്. ചിലവർക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ ഞാൻ പൊതുവെ ചാൻസ് കൊടുക്കാറുണ്ട് ചേച്ചി. എല്ലാവർക്കും തെറ്റ് പറ്റും ചേച്ചി, ഇല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ചിലവരെ വേദനിപ്പിക്കാൻ വേണ്ടി വീണ്ടും വരുന്നവരുണ്ട്. അപ്പൊ പക്ഷെ നമുക്കറിയാലോ ഇയാളൊരു പ്രാവശ്യം അത് സീനാക്കിയ ആളാണെന്നുള്ളത്. ഞാൻ റിലേഷൻഷിപ്സ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, പൊതുവെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മള് അറിയുന്ന ആളുകളാണെങ്കിലും. കാരണം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരു വ്യക്തിക്ക് അറിഞ്ഞിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് ഒരാള് വീണ്ടും ലൈഫിലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കര കോഷ്യസ് ആയിരിക്കും. അതായത് ആദ്യം പണി എനിക്ക് കിട്ടിയതാണ്. ആദ്യം കംപ്ലീറ്റ്ലി ആന്റിന ഡൗൺ ആയിരിക്കും. ഞാൻ ഒരാളെ അങ്ങനെ ജഡ്ജ് ചെയ്യണ ആളല്ല. ഞാൻ പൊതുവെ എന്റെ മുമ്പിൽ ആര് വന്നാലും ഞാൻ പാവട്ടാന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഞാൻ അവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും പാവം എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് കൊടുക്കും. എന്നിട്ടും പണി തന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോ വീണ്ടും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഐ വിൽ ബി സൂപ്പർ കോഷ്യസ്. അയാളെ പറയുന്നത് ചിലപ്പോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടാവില്ല. അപ്പൊ എനിക്ക് വെള്ളം തന്നാൽ പോലും ഞാനൊന്ന് അയാളെ കൊണ്ട് കുടിപ്പിച്ചിട്ടേ കുടിക്കുള്ളൂ എന്ന് പറയില്ലേ, അത്രയും കോഷ്യസ് ആയിരിക്കും. എന്നാലും പക്ഷെ എന്നിട്ട് കൂടെ നിർത്തുകയും ചെയ്യും. അത് ഉണ്ടാവാറുണ്ട്. ആണ്. അങ്ങനെ ആരെങ്കിലും അമൃതയുടെ ലൈഫിൽ ഇതേപോലെ ഒരു ഡൗട്ട്ഫുൾ സ്റ്റേജിൽ തന്നെ രണ്ടാമത് നിർത്തിയിട്ട് പിന്നീട് അവര് എല്ലാ ജെനുവിൻ ആണ് എന്ന് അമൃതയ്ക്ക് തോന്നി കൂടെ നിർത്തി ചേച്ചി? അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരാൾക്ക് ആ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പറ്റൂ ഒരാള് നമുക്ക് ആർക്കും തെറ്റുപറ്റി പോവാമല്ലോ. അവര് ആ തെറ്റിൽ അവര് റിയലൈസ് ചെയ്തു, അവര് മാപ്പ് ചോദിക്കണു, നമ്മൾ ഫൊഗീവ് ചെയ്തു. അങ്ങനെയും തെറ്റുകൾ തിരുത്തി നല്ല രീതിയിലേക്ക് വന്ന മനുഷ്യരും ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഹോപ്പിലാണ് ഓക്കെ കംബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ കംബാക്ക് എന്ന് പറയുന്നത് അത്. പക്ഷെ എന്നാലും നമുക്കൊരു പ്രാവശ്യം വൺസ് ഗോൺ ഇസ് ഗോൺ ഫോർ എവർ ചേച്ചി. ഒരാളുടെ അടുത്ത് പോയ വിശ്വാസം അത് പോയത് തന്നെയാ, പിന്നെ അത് കിട്ടില്ല. പക്ഷെ അവരുണ്ടാവും. ഓക്കെ. ഇന്നിപ്പോ നമ്മുടെ മൈൽ സ്റ്റോണിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അമൃതേനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇന്റർവ്യൂവിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ മൈൽ സ്റ്റോണിൽ അമൃത വന്നൊരു ചെറിയൊരു ഇന്റർവ്യൂ ആണ് വന്നിരിക്കുന്നത് ഓൾറെഡി. പക്ഷേ അതിനെക്കാട്ടിലും ഉള്ളത് നമ്മുടെ സുരേഷ് ഏട്ടന്റെ ഒരു ഇവന്റ് നമ്മൾ ചെയ്തപ്പോൾ ആ ഇവന്റിന്റെ ഭാഗമായിട്ട് അന്ന് അമൃത ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഷോയിൽ വന്നിരുന്നു അല്ലേ? സുരേഷ് ഏട്ടനായിട്ടുള്ള ഓർമ്മകൾ, സുരേഷ് ഏട്ടനായിട്ടുള്ള ബന്ധം അന്നെല്ലാം അന്നവിടെ. പിന്നെ അത് അമൃതേനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അമൃതയും സുരേഷ് ഏട്ടനും തമ്മിലുള്ള ബന്ധം, നിങ്ങളുടെ ഡെപ്ത്, ആ സ്നേഹം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാലും അന്ന് ആ ഇവന്റിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എന്താണ് അമൃതയ്ക്ക് ഫീൽ ചെയ്തത്? അന്ന് തന്നെ അപ്പോ ഇങ്ങനെ വിളിച്ചപ്പോഴും ഞാൻ അത്രയും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനും അങ്കിളിനെ ആക്ച്വലി കുറെ നാളിന് ശേഷമാണ് കാണുന്നത്. അപ്പം അത് ഭയങ്കര എനിക്ക് എന്താ പറയാ ടച്ച് ചെയ്തൊരു മൊമെന്റ് ആണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ അന്ന് ഞാൻ അവിടെ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന അങ്കിൾ എന്നെ ഇഷ്ടപ്പെട്ട് എന്താ പറയാ വിളിച്ച പാട്ടാണ് അന്ന് ഞാൻ അവിടെ പാടി കയറണേ. അപ്പൊ അത് പാടിയപ്പോ എനിക്കും സങ്കടായി, അങ്കിളിന് സങ്കടായി, അങ്കിളിന് സങ്കടായി. അങ്കിൾ ഒരു പക്ഷേ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് അങ്കിളാണ്. ഒരു ടൈമിൽ നമുക്ക് ആ ഒരു റിയാലിറ്റി ഷോയിന്റെ കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരെ വന്നിട്ട്. കാരണം ഒരു മാസം 4-5 റൗണ്ട്സ് ആണ്, എല്ലാത്തിനും ഔട്ട്ഫിറ്റ്സ് വേണം. പിന്നെ അങ്ങനെ നമ്മളൊരു നോർമൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ അങ്കിൾ ഇങ്ങനെ എന്താ പറയാ രക്ഷകനെ പോലെ വന്നതാ. അങ്കിളും ആന്റിയും ഫുൾ ഫാമിലിയും എവ്രിബഡി. അങ്കിള് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അത് പകുതി വഴിക്കിട്ട് പോയനെ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. സത്യം. അന്ന് ഇപ്പോഴും അമൃത വളരെയധികം താങ്ക്ഫുൾ ആണ് അക്കാര്യത്തില് അല്ലെ? ഇന്നും ആ സ്നേഹം പറഞ്ഞപ്പോ പോലെ രാധികേച്ചിയുടെ അടുത്താണെങ്കിലും സുരേഷിന്റെ അടുത്താണെങ്കിലും അമൃതയ്ക്ക് വലിയ സ്നേഹമാണ്. ചേച്ചി അത് സ്നേഹം എന്ന് പറഞ്ഞിട്ട് സ്നേഹമൊക്കെ വളരെ ചെറിയൊരു വാക്കാണ്, അതിലും വേറെയാണ്. പിന്നെ ലൈഫ് ടൈം കടപ്പാടുള്ള ആളുകളാണ്. അങ്ങനെ അമൃത ആരോടെങ്കിലും കടപ്പാട് അമൃതയോട് ആർക്കെങ്കിലും ഉണ്ടോ? അത് ഞാനേ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലോ സാഹചര്യത്തിലോ ഏതെങ്കിലും ഒരു മൊമെന്റ് അമൃത ഇതുപോലെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ?
ആ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ തന്നെയെന്നല്ല, അതേ ലെവലെന്നല്ല, പക്ഷെ അന്ന് സുരേഷ് ഏട്ടൻ അന്ന് അവിടെ അമൃത എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് അന്ന് അവിടെ എന്തൊക്കെ ചെയ്തു തന്നു, അതോടെ അമൃത എന്ന് പറഞ്ഞ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലക്ഷൂറിയസ് ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമൃതയുടെ ലൈഫ് തന്നെ മാറി അല്ലേ, അതേപോലെ അമൃത ഇന്ന് വേറെ ആർക്കെങ്കിലും അവരുടെ ഒരു ക്രൈസിസിലോ അവരുടെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ കൈ ചേർത്ത് കൂടെ നിന്നിട്ടുണ്ടോ? ചേച്ചി, എനിക്ക് എൻ്റെ ലൈഫിൽ ഇതേമാതിരി എനിക്ക് അന്ന് ഡ്രസ്സിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴും അപ്പം എനിക്കത് മനസ്സിലാക്കാം. ഐ മീൻ ലൈക്ക് വേറൊരാൾക്ക് ഇതേമാതിരി ഒരു സംഭവം വരുമ്പോൾ എഗെയിൻ ഐ ക്യാൻ റിലേറ്റ് ടു ദ ഫീലിംഗ്. ഇപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കും. ചിലപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളായിരിക്കും, അതൊക്കെ എടുത്ത് കൊടുക്കും. അത് സന്തോഷത്തോടു കൂടെ ഞാൻ കൊടുക്കുന്നത്. അപ്പം വീട്ടിൽ പറയും, ഇപ്പം വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ, ഇതെല്ലാം ഇപ്പം പുറത്തോട്ട് പോകുന്ന തോന്നണേ. അതേമാതിരി ചില ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇഷ്യൂ ആണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനത് മറന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരിക്കൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതേമാതിരി എനിക്ക് അന്ന് എത്ര പൈസ കൊടുത്തത് പറയുമ്പോൾ എനിക്കിത് ഭയങ്കര പുകച്ച പോലെ തോന്നുന്നു. എത്ര പൈസ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷെ ഞാനിങ്ങനെ എന്നെ ഒരു വിളിച്ച് പറഞ്ഞൊരു 5-6-10 വർഷം മുന്നേ എങ്ങാണ്ട് അവരുടെ അമ്മയ്ക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പൈസയൊക്കെ കൊടുത്തെന്നാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം ആ ചേട്ടനെ മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയാം. എനിക്കിതൊക്കെ മറന്നു പോകും ചേച്ചി. ഇപ്പൊ ചേച്ചി ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. പുള്ളി ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ ലൈഫ് സേവ് ചെയ്തത് അമൃതയാണെന്ന് പറയപ്പോ ഞാനിതൊക്കെ മറന്നു, ലിറ്ററലി ഞാൻ മറന്നു പോകും. അപ്പൊ അങ്ങനെ പുള്ളി ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് മോൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് വിളിച്ച്. അങ്ങനെയൊക്കെ 2-3 കുറച്ചധികം ഇൻസിഡൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ. ആൻഡ് എനിക്ക് എൻ്റെ ഈ ഓർമ്മക്കുറവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരേ സമയം ആ മറവി ദൈവം നമുക്ക് നല്ലതിനും ചീത്തയായിട്ടും ഒക്കെ അത്. പക്ഷെ ഇങ്ങനെ ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ആളുകൾ പറയുമ്പോൾ അത് ഭയങ്കര ആണല്ലേ. അതെ, കാരണം ഇത്തരത്തിലുള്ള മറവി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു പോയിരിക്കുന്ന വേദനകളും നമുക്കൊരു പക്ഷേ പോകെ പോകെ നമുക്ക് മറക്കാൻ പറ്റും അല്ലേ. കുറെ കാര്യങ്ങൾ പിന്നെ എനിക്ക് എന്താ പറയാ, ഇപ്പൊ എനിക്ക് നാളെ ഒരു സുരേഷ് അങ്കിള് എന്നെ ഹെൽപ്പ് ചെയ്ത പോലെ എത്ര എക്സ്റ്റെൻഡിൽ എനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം അതിനുള്ള അവസരം തരട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നിപ്പോ അമൃത എന്താ പറയാ, ഈ പിഴ എന്ന് പറഞ്ഞ പാട്ടിലൂടെയാണ് ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങിയത്. ഇപ്പൊ പല ചാനലുകളിലെ, അല്ലെങ്കിൽ അമൃതയുടെ ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഒന്നും തന്നെ അമൃത അധികം കൊടുക്കാറില്ല ചാനലുകളിൽ. ഒരു പക്ഷെ ഇപ്പം നമ്മൾ സുരേഷ് ഏട്ടൻ്റെ ഈ കാര്യം പറഞ്ഞു, അന്ന് ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗർ സമയത്ത് അമൃത എന്ന് പറഞ്ഞൊരു ഗായിക നമ്മളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു എല്ലാവരും. അമൃത ഉൾപ്പെടെ പിന്നെ ഒരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു അല്ലേ. പിന്നെ അങ്ങോട്ട് അമൃതയുടെ ലൈഫിൽ വന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, അമൃത പോലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവാത്ത രീതിയിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അമൃതയിലേക്ക് എത്തിപ്പെട്ടു. അന്നേരം അമൃത ഭയങ്കര എന്താ പറയാ, അന്നേരം ആ അമൃതയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുന്ന വികാരം എന്ന് പറയുന്നത് വാവ്, ഇങ്ങനെ ഒരു ലൈഫ്. കാരണം അത്ര ഭയങ്കര നല്ല രീതിയിൽ ഒരു വളരെ നല്ലൊരു കളർഫുൾ, വളരെ നല്ലൊരു ലൈഫ്, അങ്ങനെയൊക്കെ ആയിട്ട് പാട്ടിലേക്ക് എല്ലാവരും അമൃതേനെ ഇഷ്ടപ്പെടുന്നു, ഗായികയായിട്ടുള്ളൊരിത്. അങ്ങനെയൊക്കെ അന്ന് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അമൃതയുടെ കൂടെ നിന്നു, എല്ലാവരും അമൃതനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ ആൾക്കാരിൽ തന്നെ ഉണ്ടാവാം അമൃതയുടെ ലൈഫിൽ വേറൊരു സ്റ്റേജ് വന്നപ്പോൾ അമൃതനെ അവിടെ കുറ്റപ്പെടുത്തി, പഴിചാരി, ഇപ്പോൾ പറയുന്ന പോലെ പിഴ ചുറ്റി ഇതാക്കി ആക്കി അമൃതനെ മാറ്റിപ്പെടുത്തി. അപ്പം ഈ സമൂഹം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തന്നെ ഒരു സമയത്ത് നമ്മളെ വാഴ്ത്തിപ്പാടും, അതേ സമയത്ത് വേറൊരു സമയത്ത് നമ്മളെ തിരിച്ചും പറയും. ചില ആൾക്കാർ എന്താ പറയുക, ചില ആൾക്കാർ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് അറ്റാക്ക് കാരണം ചിലർ സൂയിസൈഡ് തന്നെ ആ ഒരു തന്നെ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരല്ലേ. അമൃതയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇത്തരത്തിലുള്ള അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ, അവരുടെ ഈ ഒരു എന്താ പറയുക കടന്നുകയറ്റം ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ലൈഫിലേക്കുള്ളത്, എങ്ങനെ അമൃത അതിനെ കാണുന്നത്? ചേച്ചി അത് പറഞ്ഞല്ലോ, അത് ഭയങ്കര
പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. അല്ല അപ്പൊ അങ്ങനെയാണ് നമുക്ക് സന്തോഷം വന്നപ്പോഴും നമ്മുടെ സോഷ്യൽ ഇത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ആക്ച്വലി നമ്മുടെ എന്ത് ആയിക്കായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്ര അധികം ആൾക്കാർ അത് ടേക്കപ്പ് ചെയ്യണ്ട എന്നുള്ളതാണോ അമൃതയ്ക്ക് തോന്നുന്നത്? ചേച്ചി ഈ പറയുന്ന ആളുകള് ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നല്ല, അവർക്ക് അപ്പൊ തോന്നുന്നതാണ് അവരുടെ ഇത്. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഒന്നും പറയാനില്ല. ചില സമയത്ത് അവര് നമ്മളെ വല്ലാണ്ട് എന്താ ആഘോഷിക്കും അല്ലേ? നമ്മുടെ ഇത് അവര് നമ്മള് പൊക്കിക്കൊണ്ടുപോവുകയും ചെയ്യും, മോളിൽ നിന്ന് ഇടുകയും ചെയ്യും. പക്ഷെ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പൊക്കുന്ന ആളുകളെ നാളെ നമ്മൾ ചവിട്ടിക്കൂട്ടുമായിരിക്കും എന്നുള്ളൊരു സത്യാവസ്ഥ. അപ്പം എന്നെ കൂടുതൽ ചവിട്ടി കൂട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ്. പക്ഷെ അത് എല്ലാവർക്കും അത് അങ്ങനെ പോവാൻ എടുക്കാൻ പറ്റുന്ന. ഇപ്പൊ തന്നെ റീസെന്റ് ആ മറ്റേ ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്തില്ലേ, ആ ബസിന്റെ ഒക്കെ കേസിൽ അദ്ദേഹം ഒന്നും ചെയ്യാത്ത. ചില ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നു. അത് ചിലവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അത് എല്ലാവർക്കും അത് നിർത്തണം. കാരണം അവർക്ക് ആർക്കും അറിയില്ലല്ലോ ഇവരെന്ത് ഗോ ത്രൂ ചെയ്തിട്ടാണ്, എന്താണ് സത്യം എന്നൊന്നും അറിയാണ്ട് ഈ ആളുകൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഭയങ്കര. അത് എത്രത്തോളം ആ റിസീവർ എൻഡിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. അവര് വെറുതെ വന്ന് ഏതെങ്കിലും ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും തെറി പിടിച്ചിട്ട് അവർ പോകും, എന്നിട്ട് അവരുടെ കാര്യം നോക്കി പോകും. നമ്മൾ ഇതിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ ഓരോ മെസ്സേജസ് കാണുമ്പോൾ നമുക്കറിയാം ലൈക്ക് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലവർക്ക് അത് സഹിക്കാനുള്ള മനഃശക്തി ഉണ്ടാവില്ല, ചിലവർക്ക് അതൊക്കെ നിർത്തണം. മാത്രമല്ല ഇപ്പം നിൽക്കുന്ന നമ്മൾ ഇപ്പം മറ്റുള്ളവരെ നമുക്ക് അധികം ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന നമ്മളാണെങ്കിൽ സെലിബ്രേഷൻ വന്നാലും ഇത് വന്നാലും നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടാവണം അല്ലേ? ഇന്ന് ഇങ്ങനെ പറഞ്ഞോന്ന് വെച്ചിട്ട് നാളെ ഇതേ ആളുകള് നമ്മളെ എടുത്തിട്ടടിക്കും എന്നുള്ളൊരു സംഭവം അറിയണം. പിന്നെ ഒന്നിലും നമ്മളൊരു ഇമോഷണലി ഇങ്ങനെ പീക്കൊന്നും ഉണ്ടാവാണ്ട് അതൊക്കെ പക്ഷെ പ്രാക്ടിക്കലി പറയാൻ എളുപ്പമാണ് ചേച്ചി. പക്ഷെ സത്യാവസ്ഥ ജീവിച്ചിങ്ങനെ വരുമ്പോ അതൊന്നും അത്ര എളുപ്പമല്ല. പറയാനാണ് പലപ്പോഴും പല കാര്യങ്ങളും അത് ഈസി ആയിട്ട് വരുന്നത് അല്ലേ? ചേച്ചി ഒരു വികാരം വെറുതെയാക്കി കളഞ്ഞത്. ഒരു പോഡ്കാസ്റ്റ് അല്ലേ, അപ്പം നമ്മൾ ആ ഒരു ജേണിയിലൂടെ ഫുൾ പോവല്ലേ അമൃത എന്ന് പറയണ. കാരണം ഇന്നിപ്പോൾ അമൃത എഴുതിയിരിക്കുന്ന പാട്ട് അതിനകത്തുള്ള അതിൻ്റെ ഇൻറ്റേർണൽ മീനിങ് അതിലേക്ക് പോകുമ്പം ആ പെയിനാണ് അത് ഫുൾ ആ പാട്ടിലുണ്ട്. അപ്പോൾ അത് വന്ന് ഒരു ഭയങ്കര ലൈഫിലെ സെലിബ്രേഷൻ മാത്രം ഉള്ള എല്ലാ പോസിറ്റീവ് സൈഡും മാത്രം കണ്ട ചിരിച്ച ഒരാൾക്ക് ഒരിക്കലും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമൃതയുടെ ആ വരികൾക്ക് അത്രയും ഡെപ്ത് ഉണ്ട്. സോ ഒബ്വിയസ്ലി നമ്മൾക്ക് എല്ലാവർക്കും അമൃത ഗോത്രൂ ചെയ്ത പല കാര്യങ്ങളും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അമൃത എന്ന് പറഞ്ഞൊരു ഗായിക അത് വരികളിലൂടെ ആക്കിയപ്പോഴുണ്ടാവുന്ന ആ ഒരു ഞാൻ റഹ്മാൻ സാർ ഇങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ മ്യൂസിക് എന്ന് പറയുന്ന അവർ ഗോത്രൂ ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസസ് ആണ്, അവരുടെ വേദനയും അവർ അനുഭവിച്ചിട്ടുള്ള സന്തോഷങ്ങളുമാണ് ആ ഒരു ആർട്ടിസ്റ്റിന്റെ എന്താ പറയാ ഫീലിംഗ് എന്നുള്ളത്. അത് ഭയങ്കര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു പാട്ടില് ഒരു കുഞ്ഞിനെ താരാട്ട് പാടുന്ന ഒരു പാട്ടാണെങ്കിൽ ഒരു അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് എന്താ പറയാ ആ വികാരം അറിഞ്ഞൊരു അമ്മയാണെങ്കിൽ അത് അമ്മയായിട്ടത് പാടാൻ പറ്റും. പിന്നെ എന്താ പറയാ തൊണ്ട പൊട്ടി കരയുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞിട്ടുള്ളൊരു ആളാണെങ്കിൽ അത് ആ വേദന ശരിക്കും അനുഭവങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അനുഗ്രഹമാണ് ആ ഒരു വികാരം. നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോയിന്റ് വരേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റുള്ളവരുടെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്ത് അറിയിക്കാനുള്ള ഒരു മീഡിയമാണ് ഗ്രാമഫോൺ പോലത്തെ. അതായത് ഒരു ലിറിസിസ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മുടെ വികാരം തന്നെ 4 പേർക്ക് അറിയിക്കാനുള്ളൊരു മീഡിയമാണ്. അതൊരു അനുഗ്രഹമാണ്. അപ്പൊ നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ പറയാ? അപ്പൊ എനിക്ക് പല പ്രാവശ്യം പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോ എനിക്ക് ഇത്രയും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസസ് ദൈവം തന്നത് ചിലപ്പോ എൻ്റെ മ്യൂസിക്കിനെ അത്രയും ഡെപ്ത് കൊണ്ടുവരാനായിരിക്കാം.
അപ്പം ഇപ്പൊ ചേച്ചി ആ വരികളിൽ അതിൽ പെയിൻ അറിഞ്ഞു. എനിക്ക് അങ്ങനെ കുറെ കമന്റ്സ് അതിനകത്തുണ്ടായിരുന്നു, ആ ശബ്ദത്തിൽ പെയിൻ ഉണ്ടായിരുന്നു എന്ന്. ആ ഒരു പെയിൻ എനിക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം ആ ശബ്ദത്തിൽ ആ പെയിൻ വന്ന്. അപ്പോ ഐ ഫീൽ ബ്ലെസ്ഡ്. ഇനി എന്തോരം പാട്ടുകൾ പാടാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ എന്നെ ദൈവം ഇങ്ങനെ മോൾഡ് ആയിരിക്കാലോ. അമൃത, ഒരു ആർട്ടിസ്റ്റിന് ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് കുറേം കൂടെ അതിന്റെ ഔട്ട്കം കൊടുക്കുമ്പോൾ അത് അറിഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ അമൃത പറഞ്ഞില്ലേ. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വേറൊന്നും കൂടെ ഉണ്ട്. നിങ്ങളെപ്പോലത്തെ ആർട്ടിസ്റ്റുകൾ അത് സിനിമയിൽ അഭിനയിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ സിംഗേഴ്സ് ആയിക്കോട്ടെ. ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ നിഖിൽ തന്നെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ ഞാനൊരു ഡാൻസർ അല്ലേ. അപ്പോൾ എനിക്കുമൊക്കെ അറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല വീട്ടിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മളെ തളർത്തുന്ന വേദനകൾ പലപ്പോഴും ഉണ്ടെങ്കിലും സ്റ്റേജ് അല്ലെങ്കിൽ നമ്മളത് ഷോക്കേസ് ചെയ്യേണ്ട ഒരു വേദിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വേദനകളൊന്നും വേദനകളല്ലാണ്ട് നമ്മൾ മാറ്റി വെക്കണം. അവിടെ ഇപ്പം അമൃത ഇപ്പോൾ സ്റ്റേജ് ഷോസ് ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു എനർജിയാണ് അമൃത കൊടുക്കുന്നത് സ്റ്റേജിലല്ലേ. അമൃത കൊടുക്കുമ്പം ആ ഓഡിയൻസിന് നമ്മുടെ വേദന നമുക്ക് അവിടെ അറിയിക്കാൻ വന്നിരിക്കുന്നതല്ല, നമ്മളവിടെ പെർഫോമൻസിന് വന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തുന്ന വേദനകൾ ഉണ്ടാവാം. അപ്പം ആ ഒരു ട്രാൻസിഷൻ ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ, പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഒരിക്കലും എപ്പോഴെങ്കിലും അമൃതേനെ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേച്ചി, കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് എന്താ പറയാ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിയോഗപ്പെട്ടിട്ടുള്ളവരാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ വികാരങ്ങളെക്കാളും ഈ ഒരാളുടെ വിഷമങ്ങൾ ഒരു 1000 പേർക്ക് വേണ്ടി നമ്മൾ ത്യജിക്കേണ്ട ആളുകളാണ് കലാകാരന്മാർ. അതിപ്പോൾ ഡാൻസർ ആയിക്കോട്ടെ, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കർമ്മമാണ്, അത് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു ബ്ലെസ്ഡ് സ്പേസ് എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ അമൃത അതൊക്കെ ഓവർകം ചെയ്ത്? ചേച്ചി, ഈ ഒരു സംഭവം എൻ്റെ കൊച്ചിലേ തുടങ്ങി അച്ഛൻ ഒക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ തലയിൽ അതുള്ളതാണ്. ലൈക്ക് നമ്മുടെ വിഷമങ്ങളെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ, നമ്മളെ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മളിലൊന്നും ഒരു വാല്യൂ അവിടെ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലൈക്ക് ആൻഡ് സ്റ്റേജ് ഇതെൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എനിക്കുള്ള ഒരു ഇതാണ്. എൻ്റെ വിഷമം ഞാൻ 10 പേരോട് പറഞ്ഞിട്ട് അത് കാണിച്ചത് എന്താ, അവരുടെ ഏറ്റവും വിലപ്പെട്ട സമയം കളഞ്ഞ് നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അവർ സന്തോഷപ്പെടും. ആ സമയത്ത് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഡെഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ സമയം പോവല്ലേ, ഞാൻ കാരണം എത്രയോ പേര് സമയം പോവാം. അപ്പം ഈ ഒരു ചിന്ത എൻ്റെ തലയിൽ അത് പണ്ട് തുടങ്ങിയുണ്ട്. ലൈക്ക് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മുടെ പേഴ്സണൽ വികാരങ്ങൾ ത്യജിക്കേണ്ട ആളുകളാണ്. അതെ. ആൻഡ് അതെനിക്ക് എത്ര വിഷമം വന്നാലും ചേച്ചി, സ്റ്റേജിൽ നമ്മളിങ്ങനെ തൊട്ട് നിറുകെ വെച്ച് കയറുമ്പോൾ അത് ഞാൻ മറന്നു പോകാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഇൻഫാക്ട് എനിക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുണ്ടായിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ മരിച്ചിട്ട് 10ാമത്തെ ദിവസം എനിക്ക് സ്റ്റേജിൽ കയറേണ്ട വന്നിരുന്നു. അപ്പോൾ അത് ഫുള്ളൊരു അച്ഛൻ മരിച്ചിട്ട് അബിയും ഞാനും കൂടിയാണ്. അബിക്ക് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അബി ഡെഡായിരുന്നു. അബിക്ക് ശബ്ദമൊക്കെ പോയി, ഫുള്ള് അവൾക്കൊന്നും വയ്യാണ്ട് കിടക്കായിരുന്നു. എനിക്കാണെങ്കിൽ കരഞ്ഞ് വയ്യാണ്ടായി, പനിയായി. പിന്നെ അഗെയിൻ ഇപ്പം ഈ പറഞ്ഞ മാതിരി അച്ഛൻ പറഞ്ഞ കാര്യം ആണ് എന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തത്. ലൈക്ക് അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറയും, നീ പോയി ഇത് ചെയ്യ്, നമ്മളുടെ ഡ്യൂട്ടിയാണത്. അപ്പം ഞാൻ അച്ഛയ്ക്ക് വേണ്ടി 10ാമത്തെ ദിവസം ഞാൻ അത് പാടി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഹം ഇങ്ങനെ വീർത്തിരിക്കുക, കരഞ്ഞ് സഞ്ജയനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അച്ഛയ്ക്ക് വേണ്ടി അപ്പം എൻ്റെ അടുത്ത് എൻ്റെ അന്നത്തെ മാനേജർ ചോദിച്ചു എൻ്റെ അടുത്ത്, ചേച്ചി ഇത് ക്യാൻസൽ ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ല, അച്ഛയ്ക്ക് പറഞ്ഞിട്ടുള്ള അതായിരിക്കും അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. എൻ്റെ സ്റ്റേജിൽ പോയി പാടിയപ്പോൾ ലൈക്ക് ആദ്യമായിട്ടാണ് അച്ഛൻ, നമ്മളിങ്ങനെ സ്റ്റേജിൽ സാധാരണ അച്ഛൻ ബാൻഡിൽ പ്ലേ ചെയ്യുന്ന, അപ്പം അച്ഛയുടെ പ്ലേസ്മെന്റ് ഇപ്പം ഞാൻ പാടും എൻ്റെ റൈറ്റ് കോർണറിലാണ് ഉണ്ടാവാറ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഫ്ലൂട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. എൻ്റെ അത് ഞങ്ങളുടെ ഇടയിൽ മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു സാധനം സ്റ്റേജിൽ വാക്യൂം ആയത് ഞാൻ ഫീൽ ചെയ്തു. ശരി, അന്നാണ് എന്താ പറയുക, സ്റ്റേജിൽ കയറിയപ്പോഴും ഞാൻ വരച്ചൊരു സിറ്റുവേഷൻ. പക്ഷെ അച്ഛയുടെ അനുഗ്രഹം കൊണ്ട് ഷോ ഭയങ്കര അടിപൊളിയായിരുന്നു. അതെനിക്ക് ഒരിക്കലും എന്താ പറയുക, ഞാനൊന്ന് വരച്ച സിറ്റുവേഷൻ അതാണ്. ബാക്കിയൊന്നും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. സ്റ്റേജ് പെർഫോമൻസ് കൊടുക്കണം, വേറിട്ട രീതിയിലത് പോർട്രേ ചെയ്യണം, അങ്ങനെ ഇതൊക്കെ അമൃത എന്താ പറയുക, ഒരു ഐഡിയ സ്റ്റാർ സിംഗർ, ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ വന്നു, പിന്നെ സിനിമയിലാണ് വന്നു, അങ്ങനെ വേറെ ഒരു ലൈഫിലൂടെ പോയി. എവിടെ നിന്നാണ് അമൃത ഇത്തരത്തിലുള്ളൊരു പെർഫോമൻസ് എനിക്ക് പറ്റും,
എനിക്കതിന് ഇത്രയും ആൾക്കാരിലേക്ക് ആ ഒരു എനർജി, ആ ഒരു വൈബ് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നിയതും അങ്ങനെ ചെയ്യാൻ തോന്നിയതും ആ ഒരു നിമിഷം? ചേച്ചി, ഞാൻ കൊച്ചിലേ തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇങ്ങനെ എന്നെ കൂടെ കൊണ്ടുപോലും ഒക്കെയാണ് എല്ലാം. അപ്പൊ അന്ന് തുടങ്ങി എന്നെ ഏറ്റവും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേജാണ്. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഓരോരുത്തർ സംസാരിക്കണതും ആളുകൾ ഇന്ററാക്ട് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ ഞാൻ കൊച്ചിലെ തുടങ്ങി ഇതേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കണതും. അപ്പോൾ അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ ഒരു പക്ഷേ അമൃതയെ സംബന്ധിച്ച് പേഴ്സണലി ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് നിന്ന് പാടുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അമൃതയ്ക്ക് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സന്തോഷം തരുന്നത് സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ തന്നെയായിരിക്കും. 100%. എനിക്ക് സ്റ്റേജ് എന്റെ എന്താ പറയാ, ഞാൻ സ്റ്റേജിൽ കിടന്ന് ചത്താലും എനിക്ക് സന്തോഷമായിരിക്കും. സ്റ്റേജ് ഫിയർ ഉണ്ടായിട്ടേ ഇല്ല? ഉണ്ടായിട്ടുണ്ട് ചേച്ചി, സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഇല്ല. പക്ഷെ എന്നാലും എല്ലാ സ്റ്റേജിൽ കയറുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് അത് സെയിം തന്നെയാണ്. നന്നായി വരണേ, നന്നായി പാടണേ, എല്ലാവരും കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് പാടണേ, ആ ഒരു അതുണ്ട്. ഫിയർ കുറെ നാളിന് ശേഷം ഞാനൊന്ന് വിറച്ചത് റഹ്മാൻ സാറിന്റെ ഷോയ്ക്ക് പോയപ്പോഴാണ്. അത് ഫസ്റ്റ് ഷോ കുറച്ച് പാനിക്കായിരുന്നു. പിന്നെ ഓക്കെ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത്, അമൃത സുരേഷ് എന്ന് പറഞ്ഞ ഗായിക? ചേച്ചി, ഞാന് റഹ്മാൻ സാർ ആയിരുന്നു എൻ്റെ അൾട്ടിമേറ്റ്. സാറിനിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര നാളായിട്ട്? ലൈക്ക് ഞാന് എൻ്റെ സംഗീതം ലൈഫ് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്ത സമയം തുടങ്ങി സാർ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അറിയില്ല എന്ത് ചെയ്താലും സാറിനെ കണക്ട് ചെയ്യാൻ പറ്റുക. കാരണം സാറൊക്കെ വളരെ എന്താ ഔട്ട് ഓഫ് റീച്ച് ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ എനിക്ക് ഞാനിങ്ങനെ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ നോക്കിയിട്ടുണ്ടോ? അത് പറ്റില്ല ചേച്ചി, അങ്ങനെ ഇപ്പൊ ദൂരെ നിന്നൊക്കെ കാണാന്നല്ലാണ്ട് അങ്ങനെ കാണാൻ. ഞാൻ ആദ്യമായിട്ട് സാറിനെ ഇങ്ങനെ കാണുന്നത് എക്സ്പോന് പോയപ്പോ സാറിന്റെ മകൾ ഖദീജയുടെ ഒരു കോൺസേർട്ട് കാണാനായിട്ട് ഞാൻ പോയിരുന്നു. അപ്പൊ സാർ ഇങ്ങനെ അകലേന്ന് വരാം. അപ്പൊ ഞാൻ സാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാൻ നിന്നപ്പോഴത്തേക്ക് സാറിന് ആരാണെന്ന് അറിയില്ല, എന്റെ അടുത്ത് പറഞ്ഞു ഐ കം ബാക്ക് കൊണ്ട് സാർ അങ്ങനെ പോയി. അപ്പം ഞാൻ ആ കംബാക്ക് എന്റെ തലയിൽ രജിസ്റ്റർ ആവും. ഞാൻ വെച്ചു സാറ് പറഞ്ഞല്ലേ സാറ് വരുമായിരിക്കും, എനിക്ക് സാറിനെ കിട്ടും. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ സാറിനെ കൺസിസ്റ്റന്റ്ലി ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് ഒന്നും സാറ് കാണില്ല. അതൊക്കെ സാറിന് ഒരു ദിവസം മില്യൺസ് ഓഫ് മെസ്സേജസ് വരുന്നത്. അതിങ്ങനെ ത്രാഷിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു വർഷങ്ങളോളം. അങ്ങനെ ഒരു ദിവസം സാറ് കണ്ടു. ഒരു ദിവസം സാറ് കണ്ടു, എൻ്റെ പാട്ട് ഷെയർ ചെയ്തു. സാറ് പാട്ടുകളെല്ലാം ലൈക്ക് ചെയ്തു. സാർ എനിക്ക് മെസ്സേജ് ചെയ്തു. അങ്ങനെ ആ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സാർ എന്നെ ഓഡിയോ ലോഞ്ചിനെ വിളിച്ചു, കോൺസേർട്ടിനെ വിളിച്ചു. അങ്ങനെ ആ ഒരു മൊമെന്റ്, അദ്ദേഹത്തിന്റെ ഒരു കോൾ, അവിടുന്ന് ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? സാറിന്റെ സ്റ്റുഡിയോന്നാ. ഞാൻ ഇപ്പൊ US ടൂറിലായിരുന്നു സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ. അപ്പൊ എന്നെ ഹരിചരൺ വിളിച്ചിട്ട് പറഞ്ഞു, അമൃത സർ ബീൻ ട്രൈങ് യു സിൻസ് സം ടൈം, വേർ ആർ യു, ചെക്ക് യുവർ മെസ്സേജസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഏത് സാറോ അങ്ങനെയായിരുന്നു. ഞാൻ കുറച്ച് വീക്കാണ് ഈ വാട്സപ്പ് കാര്യങ്ങളിലൊക്കെ. ഞാൻ യൂസ് ചെയ്യണത് എന്റെ പഴയ നമ്പറാ. അപ്പൊ എന്റെ നാട്ടിലെല്ലാവർക്കും എന്റെ നമ്പർ ഉണ്ട് ചേച്ചി. അപ്പൊ ഞാൻ അത്യാവശ്യമുള്ളവർ എന്നെ വിളിക്കൂലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ആളാ. ഇങ്ങനെ മെസ്സേജസിന്റെ കുറെ ഇങ്ങനെ നോക്കി പോയപ്പോ വി ആർ ഫ്രം സർ സ്റ്റുഡിയോ, എന്താണ് ഹൗ വാസ് യുവർ അവൈലബിലിറ്റി ടു സിംഗ് എ സോങ് എന്നൊക്കെ പറഞ്ഞ് ഞാന് ഇത് പോവുകയും ചെയ്ത് ഞാൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയി പോയി. ആറ്റുനൂറ്റിരുന്ന ഒരു മൊമെന്റ് വന്നപ്പോ ഞാൻ നാട്ടിൽ എന്തൊരു ഭാഗ്യക്കേടാണ് ഈശ്വര അതുള്ള. അത് കഴിഞ്ഞ് ഒരു പറഞ്ഞു ഓക്കെ യു കം ബാക്ക്. അങ്ങനെ തിരിച്ചു വരുന്ന കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു ടൂർ, ഓസ്ട്രേലിയൻ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു കാര്യമില്ലാണ്ട് സാറിനെ കണ്ടു. സാർ സസ്പെൻസ് ആയിട്ട് അവര് മലേഷ്യൻ ഷോ കഴിഞ്ഞ് എനിക്ക് മലേഷ്യ ലേവറായിരുന്നു. അപ്പൊ മലേഷ്യ എയർപോർട്ടിൽ വെച്ചിട്ട് സാറിനെ കണ്ടു. അപ്പൊ സാറിന് എന്നെ ഓർമ്മയുണ്ട് നല്ലതായിട്ട്. അപ്പൊ സാറ് പറഞ്ഞു ഐ വിൽ കോൾ യു എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് അതിനുശേഷം സാറ് പിന്നെ കോണ്ടാക്ട് ആയി. ഓക്കെ, വീട്ടിലിപ്പോ ഹാപ്പിനെസ് ആണ് ഫുള്ള്, നിങ്ങൾ എല്ലാവരും നല്ല ആ ഒരു ഇതാണ്, ആ ഒരു മൂഡിലേക്ക് വന്നു കഴിഞ്ഞു വീട്ടിനകത്തെല്ലാം. സോ ഇനി എന്താ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കാണുന്നതും പ്ലാൻ ചെയ്യുന്നതുമെല്ലാം? ഫ്യൂച്ചറിലേക്ക് വളരെ പ്രീ പ്ലാനിങ്ങിന്റെ ആൾക്കാരാണോ നിങ്ങൾ? ഇല്ല, പ്ലാനിങ് ഒന്നും ഇല്ല, എല്ലാം വരുന്നിടത്ത് വെച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. സമാധാനമായിട്ട് മുമ്പോട്ട് പോകണം, അതാണ് മേജറായിട്ട്. പിന്നെ
എന്താ പറയുക, കുറേ ഇഷ്യൂസും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരിക്കലും ഒരു ഭയങ്കരമായ ഫിനാൻഷ്യലി ഒന്നും ഗ്രോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എവറി ടൈം സംതിങ് ഓർ ദി അതർ എപ്പോഴും ഫോക്കസ് വേറെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി കുറച്ച് എന്താ പറയുക, പാപ്പൻ്റെ ലൈഫ് സെക്യൂർ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ഫോക്കസ്ഡ് ആവണം, കരിയർ കുറച്ചും കൂടെ ഭംഗിയാക്കണം, വീട്ടില് സമാധാനമായിട്ടുണ്ടാവണം, അത്രയൊക്കെ. ശാന്തിയും സമാധാനവും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അല്ലേ? അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ എന്താ വീട്ടിൽ ഫുൾ എപ്പോഴും ഇനി നിങ്ങളുടെ ചിരി നിറയട്ടെ, സമാധാനത്തോടു കൂടിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിരി നിറയട്ടെ നിങ്ങളുടെ വീട്ടില്. ഈ ഒരു വർഷം അമൃത മനസ്സിൽ 25 മൊത്തം കൊണ്ടുവന്ന് വെച്ച ഒരു വേദന ഇന്നിപ്പോ 26 അമൃത റിലീസ് ചെയ്തപ്പോൾ അതങ്ങ് ഒരു സമാധാനമായി. ഇനി ചെയ്യുമ്പോൾ സന്തോഷത്താലുള്ള കുറെ വരികളോടുകൂടി അമൃതയ്ക്ക് ഇനിയും നല്ല നല്ല ഗാനങ്ങൾ, നല്ല ഡെപ്ത്. ഇമ്മീഡിയറ്റ്ലി ചേച്ചി ഞാനൊരു ഡബിൾ ജെ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പറുണ്ട്. സോ അത് ഞങ്ങൾ ഇതേമാതിരി സാറിന്റെ കോൺസേർട്ടിന് പോയപ്പം സാറിന്റെ പുതിയ പടത്തിൽ പാടിയിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു പ്രൊജക്ട് ഇപ്പൊ വെരി സോൺ ഈ വർഷം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവും. വർഷത്തിൽ ഞങ്ങളുടെ വക ഒരു ചെറിയൊരു സമ്മാനം കൂടെ സമ്മാനിക്കുന്നു. വേണ്ട അതുകൊണ്ട് തന്നെ വാങ്ങിച്ച ഞങ്ങളുടെ മൈസ്റ്ററിന്റെ വക ഒരു സമ്മാനം. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഇത്രയും നമ്മൾ പിഴയെ കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ നല്ലൊരു സ്നേഹ സമ്മാനം തോന്നുന്നു. പാട്ടും കൂടെ പറഞ്ഞ് നമ്മളൊക്കെ എങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും? പിഴ തന്നെ. അമൃതയുടെ ഇഷ്ടം. ഓക്കെ. പെണ്ണേ നീ പിഴ ചെയ്യുന്നതെല്ലാം പിഴ, ചെയ്യാതിരിക്കുന്നതോ എല്ലാമേ പിഴ. ഉണ്ണി പിറന്നാൽ പിഴ, ഉണ്ണി പിറഞ്ഞാൽ പിഴ, ഊണിൽ ഉറക്കമില്ലാതുട്ടാലും പിഴ. ഉണ്ണി പിറന്നാൽ പിഴ, ഉണ്ണി പിറഞ്ഞാൽ പിഴ, ഊണിൽ ഉറക്കമില്ലാതുട്ടാലും പിഴ. ഓക്കെ, താങ്ക് യു അമൃത. താങ്ക് യു ചേച്ചി.